നിരവധി സ്വഹാബത്ത് ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പടയങ്കി ജൂതൻ്റെ അടുത്ത് പണയം വെച്ചത്? 30 സ്വാഴ് ഭക്ഷ്യവസ്തു വാങ്ങിക്കൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടയങ്കി പണയം വെച്ചത്. അത്രയും ഭക്ഷ്യവസ്തു അന്ന് സ്വഹാബത്തിൻ്റെ അരികിലില്ലായിരുന്നു. ഇതാണ് ജൂതൻ്റെ അരികിൽ പണയം വെക്കാനുള്ള കാരണം. സ്വഹാബത്ത് പണയം സ്വീകരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ നൽകാൻ തയ്യാറാവുമെന്നും അത് സ്വഹാബത്തിന് ബുദ്ധിമുട്ടിക്കലാണ് എന്ന നിലയ്ക്കാണ് അവരോട് ആവശ്യപ്പെടാതിരുന്നതെന്നും പറഞ്ഞ ഇമാമുകളുണ്ട്. ജൂതൻ ഇസ്ലാമിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കഠിന ശത്രുവായതിനാൽ പണം സ്വീകരിക്കാൻ മടിക്കില്ലല്ലോ. ഈ ക്രൂരത കാട്ടിയ ജൂതൻ്റെ പേരെന്ത്? ഉത്തരം അബുശഹമ്. വിശ്വസ്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷ്യവസ്തു അത്യാവശ്യമായി വന്നപ്പോൾ അത് നൽകണമെങ്കിൽ പണയവസ്തു ഉറപ്പിനായി വെക്കണം എന്ന് പറയുന്നത് മാന്യതയല്ലല്ലോ. അതാണ് ജൂതൻ്റെ ക്രൂരത. സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽക്കീസിന് കത്തയച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പേരിനെ പിന്തിക്കുകയും സ്വന്തം പേര് ആദ്യം എഴുതുകയും ചെയ്തത് എന്തുകൊണ്ട്? ഉത്തരം ബിൽക്കീസ് കാഫറായിരുന്നു. ആദ്യം തന്നെ അള്ളാഹുവിൻ്റെ പേര് കാണുമ്പോൾ അള്ളാഹുവിനെ ചീത്ത പറയും. എന്നാൽ ആദ്യം സുലൈമാൻ നബിയുടെ പേര് കാണുമ്പോൾ ചീത്ത സുലൈമാൻ നബിയുടെ മേലിലാകുമല്ലോ. അതിനാണ് അള്ളാഹുവിൻ്റെ പേര് പിന്തിച്ചത്. കഅബയുടെ മൂലയിലുള്ള ഹജറുൽ അസ്വദിനെ ബഹുമാനിക്കൽ തൗഹീദും മുശ്രിക്കുകൾ ബിംബത്തെ ബഹുമാനിക്കൽ ഷിർക്കുമായത് എങ്ങനെ? ഉത്തരം ഹജറുൽ അസ്വദിനെ ബഹുമാനിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചതും ബിംബത്തെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാത്തതും ബഹുമാനിക്കാൻ പറ്റില്ലെന്ന് മതം പഠിപ്പിച്ചതുമായതുകൊണ്ട്. വൻ ദോഷം പ്രവർത്തിക്കുന്നവർ ഫാസിക്കുകളാണല്ലോ. പിന്നെ എങ്ങനെയാണ് വിശ്വാസം പിഴച്ച പുത്തൻവാദികൾ ഫാസിക്കുകളാകാതെ വരുന്നത്? ഉത്തരം പുത്തൻവാദികളുടെ തെറ്റ് വിശ്വാസപരമായ തെറ്റാണ്. വിശ്വാസപരമായ വൻദോഷം കൊണ്ട് ഫാസിക്കാകില്ല. അവരെക്കുറിച്ച് വൻദോഷം പ്രവർത്തിച്ചവർ എന്ന് പറയാനാവില്ല. കാരണം അവർ വൻദോഷം പ്രവർത്തിച്ചവരല്ല, വൻദോഷം വിശ്വസിച്ചവരാണ്. വൻദോഷം പ്രവർത്തിച്ചാൽ പുത്തൻവാദികളും ഫാസിക്കുകളാവും. ജ്യോതിശാസ്ത്രത്തിൻ്റെ മതവീക്ഷണമെന്ത്? ഉത്തരം ആകാശങ്ങളുടെ ദിശയും സ്ഥാനവും ചലനവേഗതയും ഉദ്ഭവവും ഘടനയും സംബന്ധിച്ച് പഠിക്കുന്ന വിജ്ഞാനശാഖയാണ് ജ്യോതിശാസ്ത്രം. ഇത് പഠിക്കൽ നിർബന്ധമായതും അനുവദനീയമായതുമുണ്ട്. പഠിക്കൽ നിർബന്ധമായത് ഏത്? ഉത്തരം ഖിബിലയുടെ ദിക്ക്, നിസ്കാരം, നോമ്പ്, ഹജ്ജ് ആദിയായവയുടെ സമയം, ഉദയാസ്തമയത്തിൽ വ്യത്യാസവും ഏകീകരണവും എന്നിവയ്ക്ക് വേണ്ടത്ര വിജ്ഞാനം ജ്യോതിശാസ്ത്രത്തിൽ നിന്ന് പഠിക്കൽ നിർബന്ധമാണ്. അനുവദനീയമായത് ഏത്? ഉത്തരം ചന്ദ്രൻ്റെ രാശിയും സഞ്ചാരപഥങ്ങളും മനസ്സിലാക്കുക, നാടിൻ്റെ ദിക്കുകൾ തമ്മിലുള്ള അടുപ്പങ്ങളും അകലങ്ങളും അറിയുക എന്നിവയ്ക്കു വേണ്ടിയുള്ളത് ജ്യോതിശാസ്ത്രത്തിൽ നിന്ന് പഠിക്കൽ അനുവദനീയമാണ്.